തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത ഒരു നായകനാണ്, അല്ലെ, തമിഴ്നാട് ജനതയ്ക്ക് നായകനാണ് അണ്ണാമലൈ. അദ്ദേഹം തന്റെ IPS ജോലി കളഞ്ഞ് നാം സിനിമയിലെല്ലാം കാണുന്നത് പോലെ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി വന്ന ആ ജനനായകനെ ജനം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നതാണ് നാം കണ്ടത്. ഈ സീറ്റ് നേടിയില്ലെന്ന് പറയുമ്പോഴും വലിയ രീതിയിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു എന്നത് വ്യക്തമാണ്, പകൽ പോലെ വ്യക്തമാണ്. ഇപ്പോൾ എന്തായാലും അദ്ദേഹം ഈ അധ്യക്ഷ പദവിയിൽ നിന്നും ഒഴിയുകയാണ്. അദ്ദേഹത്തെ ഇനി എന്തായിരിക്കും പാർട്ടിയിൽ കാത്തിരിക്കുന്നത്? അണ്ണാമലൈ തന്നെ വ്യക്തമാക്കി അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിയുകയാണ് എന്ന സത്യം. 2 ദിവസങ്ങളായിട്ട് തമിഴ്നാട്ടിൽ വലിയ അഭ്യൂഹങ്ങളായിരുന്നു. അതായത് സ്റ്റാലിൻ ഒത്ത ഒരു എതിരാളിയാണ് അണ്ണാമലൈ എന്ന ഒരു ചിത്രം തമിഴ്നാട്ടിൽ തെളിഞ്ഞു. ഒരു കാലത്ത് പ്രതിപക്ഷ നേതാവായി തന്നെ, അല്ലെ, ജനങ്ങളുടെ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ഉയർന്നു വരികയാണ്. അവിടുത്തെ യഥാർത്ഥ പ്രതിപക്ഷം അണ്ണാ DMK ആണ്. അവർക്ക് 60-ലധികം സീറ്റുണ്ട്. പക്ഷെ 4 സീറ്റുള്ള അണ്ണാ DMK, അല്ലെ, BJP, അണ്ണാമലൈ ഒരു പ്രതിപക്ഷമായി സമരങ്ങൾ നയിക്കുന്നു, DMK ഫൈൽസ് പുറത്തുവിടുന്നു, അതോടൊപ്പം തന്നെ എന്നും തെരുവിൽ നിൽക്കുന്നു. അഴിമതി കൃത്യമായിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞ്, തെളിവ് സഹിതം വിളിച്ചു പറഞ്ഞ് DMK വലിയ പ്രതിരോധത്തിലാക്കിയ ഒരു നേതാവാണ്. ബാലാജി ഉൾപ്പെടെയുള്ളവർ അല്ലേ ഉള്ളിൽ പോകുന്നത്. അതെ, അത് മാത്രമല്ല, അണ്ണാമലൈ നമുക്കറിയാം തമിഴ്നാട്ടിൽ BJP അവിടെ RSSന്റെ പ്രവർത്തനവും ഒക്കെ അത്ര വലിയ തോതിൽ ശക്തി പ്രാപിച്ചിട്ടില്ലാത്ത ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അതുകൊണ്ട് തന്നെ BJP അവിടെ വളരെ ശുഷ്കമായിരുന്നു. ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ആ എന്താ പറയുക ചവിട്ടും തൊഴിയും ഏറ്റ് BJP അവിടെ മൃതപ്രായമായിട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്ന് അവിടെ കേവലം പരമാവധി നരേന്ദ്രമോദി വന്നതിന് ശേഷം പോലും ആ നരേന്ദ്രമോദി തരംഗത്തിൽ പോലും BJPക്ക് അവിടെ കിട്ടിയത് 3% വോട്ടാണ്. ആ 3% വോട്ടിനെയാണ് കേവലം ഏതാനും നാളുകൾ പ്രവർത്തിച്ച് അല്ലെങ്കിൽ 1-2 വർഷത്തെ പ്രവർത്തനം കൊണ്ട് അണ്ണാമലൈ 13.5% വോട്ടാക്കി വർദ്ധിപ്പിച്ചത്. ഒറ്റയടിക്ക് 10% വർധനവാണ്. സത്യം പറഞ്ഞാൽ അത് BJP പോലും ഞെട്ടിപ്പോയി. BJP കേന്ദ്ര നേതൃത്വത്തിന് പോലും അത്രയും വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാനായില്ല. ഇന്ന് മാത്രമല്ല, അണ്ണാ DMKയുമായിട്ട് സഖ്യം പിരിഞ്ഞ് BJP ഒറ്റയ്ക്ക് മത്സരിക്കുകയായിരുന്നു. വേറെ ഏതാനും ചില ഘടകകക്ഷികളൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അവരൊന്നും ഒട്ടും ശക്തരല്ലായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ BJPക്ക് ഇത്രയും വോട്ട് കിട്ടിയത് എങ്ങനെ എന്ന് രാഷ്ട്രീയ നിരീക്ഷകരെയും രാഷ്ട്രീയ വിദ്യാർത്ഥികളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി. എന്തായാലും കർണാടകയിലെ IPS ഉദ്യോഗം രാജിവെച്ച്, അവിടെ അദ്ദേഹം SP ഒക്കെ ആയിരുന്നു, DIG തലത്തിലേക്ക് ഉയർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹം അത് രാജിവെച്ച് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ വ്യക്തിപ്രഭാവത്തിൽ ആകൃഷ്ടനായി അദ്ദേഹം BJPയിലേക്ക്, ഒരു ദേശീയ പാർട്ടിയിലേക്ക് കടന്നു വരികയായിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായ പദ്ധതികളുണ്ടായിരുന്നു. അദ്ദേഹം ആ കടന്നു വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ തമിഴ്നാട് രാഷ്ട്രീയത്തിനെ മാറ്റിമറിക്കും. ഈ തമിഴ്നാട് രാഷ്ട്രീയം എല്ലാ കാലത്തും ദേശീയ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നിലപാടെടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വിഭിന്നമായി ദേശീയ രാഷ്ട്രീയത്തിനോടൊപ്പം ചേർന്നുകൊണ്ട്, ഇന്ത്യൻ ദേശീയതയ്ക്കൊപ്പം നിന്നുകൊണ്ട് തമിഴ് ജനതയുടെ വികാസം, അവരുടെ വികസനം, അവരുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നതി, ജാതീയമായ വ്യത്യാസങ്ങളെ ഇല്ലായ്മ ചെയ്യൽ. നമുക്കറിയാം, ദുരഭിമാന കൊല മുതൽ ഈ തമിഴ്നാട്ടിൽ പ്രത്യേക അമ്പലങ്ങൾ വരെ ഓരോ ജാതിക്കാർക്കും. അതെ, മറ്റൊരു കാര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്തിൽ നിന്നും ഒഴിയുമ്പോൾ അദ്ദേഹം എങ്ങോട്ടായിരിക്കും പോവുക? ഈ സഹമന്ത്രിയാകുമോ, അതോ ദേശീയ ജനറൽ സെക്രട്ടറി ആകുമോ, ദേശീയ അധ്യക്ഷനാകുമോ? എന്താണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ BJPയുടെ നീക്കങ്ങളൊന്നും തന്നെ നമുക്ക് അറിയാൻ സാധിക്കില്ല. അവർ വളരെ സൂക്ഷ്മമായി, അത്യന്തം രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി വരും എന്നതിന് ഒരു 10% പോലും സാധ്യത കൽപ്പിച്ചിരുന്നില്ല. പക്ഷെ നമ്മളെപ്പോലുള്ള ചില യൂട്യൂബ് ചാനലുകൾ അതിൻ്റെ സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. പക്ഷെ ആ ചർച്ച ചെയ്യുമ്പോൾ പോലും നമുക്കും ഒരു ഉറപ്പുണ്ടായിരുന്നില്ല, രാജീവ് ചന്ദ്രശേഖർ വന്നേക്കാം, അതിനൊരു സാധ്യതയുണ്ട് എന്നേ നമ്മൾ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ നമ്മളെല്ലാവരും അതേസമയം ശോഭാ സുരേന്ദ്രനും MT രമേശിനും ഒക്കെ വലിയ സാധ്യത കൽപ്പിച്ചിരുന്നു. അതിനേക്കാൾ കൂടുതൽ ഓൺലൈൻ മാധ്യമങ്ങൾ ശോഭാ സുരേന്ദ്രനെ പ്രസിഡന്റ് ആക്കുകയും ചെയ്തു. ചില മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ അവർക്ക് പോലും അവസാനം അന്തം വിട്ടുപോയി. അവർ സുരേന്ദ്രൻ തുടരും എന്ന് പറഞ്ഞവരുണ്ട്. എന്തായാലും BJP അങ്ങനത്തെ ഒരു പാർട്ടിയാണ്, ഒരു കേഡർ സ്വഭാവമുള്ള. അതിൻ്റെ പുറകിൽ അതിൻ്റെ പ്രേരണാ സ്രോതസ് എന്ന് പറയുന്നത് RSS ആണ്. നമുക്കറിയാം, RSS വളർത്തിയെടുക്കുന്ന വ്യക്തികളെയാണ് BJPയിലേക്ക് വിട്ടുകൊടുക്കുന്നത്. നേതാക്കളായിട്ടും BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടും ഒക്കെ വിട്ടുകൊടുക്കുന്നത് അങ്ങനെയാണ്.
അപ്പോൾ RSSൻ്റെ ആ ഒരു പ്രവർത്തന ശൈലി, ആ കേഡർ സ്വഭാവം BJPക്കുണ്ട്. ഒപ്പം രാഷ്ട്രീയമായ ഒരു നീക്കുപോക്കുകളും കൂടി ചേരുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയമായ മെയ്വഴക്കങ്ങൾ കൂടി ചേരുമ്പോൾ BJPയെ നമുക്ക് ആർക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അവർ വളരെ കൃത്യമായിട്ട് ചടുലമായ നീക്കങ്ങളിലൂടെ, രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ എക്കാലത്തും അത്ഭുതം പ്രവർത്തിച്ചൊരു പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെ അണ്ണാമലയുടെ സ്ഥാനം എവിടെയായിരിക്കും എന്ന് നമുക്ക് പറയാനേ സാധിക്കില്ല. ഒരു പക്ഷേ വരുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ BJPയുടെ അല്ലെങ്കിൽ NDA സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അണ്ണാമല ആയിരിക്കാം. ആ സാധ്യത ഒട്ടും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് MGRന് ശേഷം, ജയലളിതയ്ക്ക് ശേഷം തമിഴ്നാട്ടിൽ ഒരു ക്രൗഡ് പുള്ളർ ഉണ്ടായെങ്കിൽ അത് അണ്ണാമലയാണ്. നിസ്സംശയം പറയാൻ കഴിയും. DMKയ്ക്ക് പോലും, ഇത്രയും വലിയ കേഡർ സംവിധാനമുള്ള DMKയ്ക്ക് പോലും അങ്ങനെ ഒരു ക്രൗഡ് പുള്ളിങ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ആ പാർട്ടികൾക്ക് അടിത്തറയുണ്ട്. BJPക്ക് അതൊന്നുമില്ല. 0-ൽ നിന്നാണ് BJP തുടങ്ങിയിരിക്കുന്നത്. ആ 0-ൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു വലിയ വൃക്ഷത്തെ വളർത്തിയെടുക്കാൻ അണ്ണാമലയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പക്ഷേ ഈ ജനങ്ങളെ വളരെ പെട്ടെന്ന് കയ്യിലെടുക്കാൻ സാധിച്ചൊരു നേതാവാണ് അണ്ണാമലൈ. അദ്ദേഹത്തിൻ്റെ യോഗങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കിലോമീറ്ററുകളോളമാണ് ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക തിങ്ങിക്കൂടുന്നത് അദ്ദേഹത്തെ കേൾക്കാൻ, അദ്ദേഹത്തെ കാണാൻ. ഈ വരിവരിയായിട്ട് നീണ്ട നിരയാണ് വാഹനങ്ങളുടെ. അദ്ദേഹത്തെ കാണാൻ ഈ യോഗത്തിൽ പങ്കെടുക്കാനും വരുന്ന ആൾക്കാരെ കൊണ്ടുവരുന്ന വാഹനങ്ങൾ കിലോമീറ്ററുകളോളം നീളത്തിൽ പാർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് MGRൻ്റെയും ജയലളിതയുടെയും ഒക്കെ കാലത്താണ് നമ്മൾ കണ്ടത്. പിന്നെ എന്നാൽ അതേസമയം അണ്ണാമലയ്ക്ക് ഇതൊന്നുമില്ലാതെ, ഈ ഒരു പ്രതിച്ഛായ ഒന്നുമില്ലാതെ, ഒരു നടനെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമോ, ഇപ്പോൾ സ്റ്റാലിനൊക്കെ അത് അവകാശപ്പെടാം. അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്നു, വലിയ നേതാവായിരുന്നു ഒക്കെ പറയാം. ഉദയനിധി സ്റ്റാലിൻ അത് അവകാശപ്പെടാം. അച്ഛനും അപ്പൂപ്പനും വലിയ നേതാക്കളാണ്, മുഖ്യമന്ത്രിമാരായിരുന്നു, ഇതൊക്കെ അവകാശപ്പെടാം. ഇതൊന്നുമില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരനായ, ആകെ അദ്ദേഹത്തിന് അവകാശപ്പെടാനുള്ളത് IPS പദവിയാണ്. അതുപോലും ഒഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെയുള്ള ഒരു നായക പരിവേഷം കിട്ടിയ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അത് നന്നായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് പരിഹരിക്കാനും ഏറ്റവും കൂടുതൽ സന്നദ്ധനായ ഒരു നേതാവാണ് അണ്ണാമലൈ. അത് ജനങ്ങളുടെ കണ്ണിലുണ്ണിയാക്കി അദ്ദേഹത്തെ മാറ്റി. അതുകൊണ്ട് തന്നെ പിന്നെ ജാതി രാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന തമിഴ്നാട്ടിൽ ജാതിക്കതീതമായി ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന് എല്ലാ ഹിന്ദുക്കളുടെയും ഉന്നമനത്തിന് വേണ്ടി, അതിലൂടെ എല്ലാ തമിഴ് മക്കളുടെയും ഉന്നമനത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളും എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ നേതാവാണ് അണ്ണാമലൈ. അങ്ങനെയുള്ള അണ്ണാമലയെ നമ്മൾ നിസാരമായിട്ട് തള്ളിക്കളയരുത്. അദ്ദേഹം ഒരു പക്ഷേ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാൽ എന്തു ചെയ്യും? അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തെ വേണമെങ്കിൽ കേന്ദ്രമന്ത്രിസഭയിൽ ഒരു സഹമന്ത്രിയോ ഒക്കെ ആക്കി രാജ്യസഭയിലേക്ക് സീറ്റ് കൊടുത്ത് ജയിപ്പിച്ച്, ഇന്ന് BJP വിചാരിച്ചാൽ അത് നടക്കും, അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാം. തമിഴ്നാട്ടിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാൻ അത് സഹായിച്ചേക്കും. അദ്ദേഹത്തിന് തമിഴ് വികാരം എന്താണെന്ന് മനസ്സിലാവും, തമിഴ് മക്കളുടെ ആവശ്യം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കാം. ഇനി ഇതിനെല്ലാം അപ്പുറത്ത് BJPയുടെ ദേശീയ അധ്യക്ഷൻ ആരാണ് എന്ന് കൂലങ്കഷമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരിക്കുന്ന BL സന്തോഷ് എന്ന കർണാടകക്കാരൻ്റെ പേര് പോലും ഉയർന്നു കേൾക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് V മുരളീധരൻ ഒരു പക്ഷേ ദേശീയ അധ്യക്ഷനായേക്കാം എന്നൊരു ചർച്ചയുണ്ട്. ഒപ്പം ഉത്തരേന്ത്യയിൽ നിന്ന് നിരവധി പേരുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ എല്ലാ പേരുകളും കൂടെ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. പക്ഷെ അതിനിടയ്ക്ക് അണ്ണാമലൈ കയറി വന്നാലോ? ഇന്നത്തെ നിലയ്ക്ക് ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയം അത് പിടിക്കാൻ, അതിൽ ഒരു മേൽക്കൈ നേടാൻ BJP അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അത്ഭുതപ്പെടാനില്ല. BJP ആണ് അങ്ങനെയും തീരുമാനിക്കും. ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു പാർട്ടിയാണ് BJP. അമിത്ഷാ പറഞ്ഞല്ലോ പാർലമെൻറ്റിൽ, ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു കുടുംബത്തിൽ നിന്നല്ല അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത്, 13 കോടി പ്രവർത്തകരിൽ നിന്നുമാണ് ഞങ്ങൾ ഒരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത്. നിസ്സാരമല്ലത്, അതിന് സമയമെടുക്കും എന്ന് പാർലമെൻറ്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞ് മറുപടി കൊടുത്ത് അഖിലേഷ് യാദവിനെ അടിച്ചിരുത്തിയ കാഴ്ച നമ്മൾ കണ്ടിട്ട് ഏതാണ്ട് 48 മണിക്കൂർ തികഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു പക്ഷേ അണ്ണാമലൈ ദേശീയ അധ്യക്ഷനായിട്ട് വന്നാൽ എന്ത് ചെയ്യും? അതിനും വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പ്രവചനാതീതമാണ് അണ്ണാമലൈയുടെ കാര്യം. പക്ഷെ അദ്ദേഹത്തിന് ഒരു നല്ല പദവി കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിലൂടെ തമിഴ് രാഷ്ട്രീയത്തെ, ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തെയും BJP കൈക്കുള്ളിലാക്കും. അതാണ് അവർ ലക്ഷ്യമിടുന്നത്. ലക്ഷ്യം സാധിക്കാനുള്ള ബുദ്ധിയും അതിനുള്ള മറ്റ് വൈഭവങ്ങളും അവരുടെ കൈവശമുണ്ട്, അതിനുള്ള സംവിധാനമുണ്ട്, ഭരണം കയ്യിലുണ്ട്. BJP ആ തരത്തിൽ കൃത്യമായി ചുവടുകൾ വച്ച്
വ്യക്തമായ പ്ലാനിങ്ങുകളോടുകൂടി ആസൂത്രണത്തോടുകൂടി അവർ മുന്നോട്ട് പോകും. അണ്ണാമലയ്ക്ക് അതുകൊണ്ട് തന്നെ ഒരു നല്ല സ്ഥാനത്തെത്താൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.